ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്പോൺസർ അവതാരമായ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ. ദ്വാരപാലക ശില്പങ്ങളിലെ 2 കിലോ തൂക്കം വരുന്ന സ്വർണം പോറ്റി ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മറ്റ് പ്രതികളുടെ ഒത്താശയോടെ കൈക്കലാക്കി. ചതിയിലൂടെയും വിശ്വാസവഞ്ചനയിലൂടെയും അന്യായ ലാഭമുണ്ടാക്കി എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്, കർണാടകം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായും അതുവഴി ആചാരലംഘനം നടത്തിയതായും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും എന്നാണ് റാന്നി കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത്. പോറ്റിയുടെ പ്രതികരണത്തിലേക്ക്. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. അവര് കണ്ടെത്തും, അതവർ കണ്ടെത്തും. തന്നെ കുടുക്കിയവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തും എന്ന ആത്മവിശ്വാസവും പോറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കൊള്ളസംഘം കുടുങ്ങുമോ? BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫ്, CPM നേതാവ് CK രവിശങ്കർ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ജോർജ് ജോസഫ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റൈറ്റ് ട്രാക്കിലാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ റൈറ്റ് ട്രാക്കിലാണ്. പക്ഷേ നമുക്ക് 1998 മുതൽ വിജയമല്യ അവിടെ 42 കിലോ 800 ഗ്രാം സ്വർണം പൂശിയിട്ടുണ്ട്. അത് കണ്ടെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇപ്പം 2 കിലോയുടെ 4 കിലോയുടെ കണക്കൊക്കെ വരുന്നുള്ളൂ. നമുക്ക് 2 കിലോ ഇപ്പം കടത്തിയത് കൃത്യമായിട്ട് അതെവിടെ പോയെന്ന് SIT കണ്ടുപിടിച്ചത്, പക്ഷേ റിക്കവറി ആയിട്ടില്ല. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം 98-ൽ 42 കിലോ 800 ഗ്രാമും അത് എവിടൊക്കെ പൂശി ശ്രീകോവിലിൽ മുഴുവൻ പൂശിയിട്ടുണ്ട്, അത് നമുക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ 2009 ചെന്നൈയിലെ കുമാരൻ സിൽക്ക് ഹൗസ് അവിടെ കുറേയധികം സ്വർണം പൂശിയിട്ടുണ്ട്, അത് കണ്ടെടുക്കണം. അത് മാത്രമല്ല, നമുക്ക് 2015 18-ാം പടി പഞ്ചലോഹം അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഇനി നോക്കേണ്ടിയിരിക്കുന്നത്, പോട്ടെ. പക്ഷേ അതുകൂടാതെ 2017 കൊടിമരം സ്വർണ്ണമാണ്, അതും അടിച്ചുകൊണ്ട് പോയിരിക്കാം കുറേയൊക്കെ. അത് 9.25 കിലോ ആണ് സ്വർണ്ണം അതിൻ്റെ അകത്ത്. അത് 3.21 കോടി ചെലവിലാണ് അന്ന് അത് നമ്മൾ അവിടെ ആ ക്രമീകരണം നടത്തിയത്. അപ്പോൾ 2019 അവിടെ കൃത്യമായിട്ട് പള്ളിക്കത്തോടുള്ള CK കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയത് 2019 പൂശിയിട്ടുണ്ട്. അപ്പം 2019 മാർച്ച് 15 പൂശിയിരിക്കുന്നത്. പക്ഷേ 2019 ജൂലൈയിൽ 42.8 കിലോ വരുന്ന സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചെടുത്തത് എന്തിന്? നമുക്ക് ഈ 42.8 കിലോ സ്വർണം വരുന്നത് 2010 ജൂലൈയിൽ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അത് ദാരുശില്പങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കട്ടലപ്പടിയിലും അവിടെ ഇവിടെ എല്ലാം കൂടെ ചേർന്നത്, നമ്മളത് ശ്രദ്ധിക്കണം. അതാണ് അഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. 2 കിലോ അല്ലാതെ നമുക്ക് ഒറിജിനലായിട്ട് വിജയമല്യ അവിടെ 98 അവിടെ പൂശിയതും പതിപ്പിച്ചതുമായ സ്വർണം കണ്ടെടുത്തേ പറ്റുള്ളൂ അന്ന്. അപ്പോൾ അതിലേക്ക് SIT വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2019 അന്ന് കടകംപള്ളിയായിരുന്നു അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചാർജുള്ള മന്ത്രി. പിന്നീട് ഇപ്പം വാസവൻ വന്നിരിക്കുന്നു. ഇവർക്ക് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിമാരാണ് എന്ന് പറഞ്ഞിട്ട് അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരമൊക്കെ ചേർത്താണ് ആ മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവരുടെ ചുമതല അവർ നിർവഹിച്ചിട്ടില്ല. അതുതന്നെയല്ല, ഇവിടുന്ന് അടിച്ചെടുത്തുകൊണ്ട് പോയ സ്വർണ്ണങ്ങൾ മുഴുവൻ 2019 ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റും അവിടുത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സായവരും, അതിനുശേഷം വാസവം വന്ന ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് മെമ്പറായ 2 പേരും, അങ്ങനെ ആദ്യത്തെ FIR 10 പേരുണ്ട്.
10 പേരിൽ 7 പേര് ദേവസ്വം ബോർഡ് സ്റ്റാഫും മറ്റുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതിൻ്റെ കൂടെയുള്ള കമ്മിറ്റി അല്ലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ്. ഇവർക്കൊക്കെ ഇതിന് സമാധാനം പറഞ്ഞു കേട്ടോ. അവർക്കൊക്കെ സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കിയെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അവരുടെ ഈ ദേവസ്വം ബോർഡ് മെമ്പർഷിപ്പ് ആകുന്നതിന് മുമ്പ് അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കണം SIT. ഇപ്പോഴവർ ആർജിച്ചിരിക്കുന്ന സ്വത്ത് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ടൂളായി അദ്ദേഹത്തിനും കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെങ്കിലും ഈ സ്വർണ്ണക്കടത്ത് കൂടാതെ ശബരിമലയെ അന്ധമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് ദക്ഷിണേന്ത്യയിലുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്രയിലുള്ളവർ. അവരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന ധാരാളം സംഭാവനകൾ സ്വർണ്ണമായിട്ടും ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ശബരിമലയിൽ ആരാണ് അടിച്ചു മാറ്റിയത് നമുക്കറിയണം. ഇപ്പം തന്നെ വിജയമല്യ കൊടുത്ത ആ സ്വർണം മുതൽ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം ആ ദാരുശില്പങ്ങളിലും അതുപോലെ കട്ടളപ്പടിയിലുമുള്ള സ്വർണ്ണങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇയാൾ അടിച്ചുകൊണ്ട് പോയെന്നും അത് മാറ്റി അത് ഉരുക്കിയെന്നും അതിൽ നിന്ന് ചെമ്പ് മാത്രം വന്നെന്നും മകസറിനകത്ത് കൃത്യമായിട്ട് അത് ചെമ്പാണ്, അത് സ്വർണം പൂശാനാണെന്ന് തിരുത്തി എഴുതിയിരിക്കുന്ന മഹാന്മാരും ഉണ്ട്. അപ്പോൾ ഇത് വ്യാപകമായ വർഷക്കണക്കിന് ശബരിമല വന്നു ചേരുന്ന അതിനാണ് ഇപ്പിടി വന്നു ചേരുന്ന സ്വർണ്ണമായിട്ടും ക്യാഷായിട്ടും സിൽവറായിട്ടും ഡയമണ്ടായിട്ടും വന്നു ചേർന്ന ധാരാളം അടിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതിലേക്കൊക്കെ വരണം. ഇപ്പോഴത്തെ ദാരുശില്പങ്ങളിലെ സ്വർണം പൂശിയതോ സ്വർണം പൊതിഞ്ഞതോ അല്ല പ്രശ്നം, ഇനി കിടക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഇടപെട്ട് നമുക്ക് കൃത്യമായിട്ട് ഈ 2019 അടിച്ചു മാറ്റിയ ആ ദാരുശില്പങ്ങൾ അതുപോലെ സമയത്ത് അതിന് പൊതിഞ്ഞ പാളികളെപ്പറ്റി ആണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് 6 ആഴ്ചക്കകം അന്വേഷണം തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇപ്പം ഇനിയൊരു 34 ദിവസം കൂടെ ഉള്ളൂ, ബാക്കി ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുതന്നെയല്ല, ഇനി തുടർച്ചയായിട്ട് അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഇനി അമാന്തിക്കരുത്. കാരണം ഇത് എവിഡൻസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മകസറും ഇപ്പോൾ അവിടെ കാണാനില്ല എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇയാളെ അറസ്റ്റ് മാത്രമല്ല, ആ ദേവസ്വം ബോർഡത്തിൽ ഇപ്പം അതിൻ്റെ നേരത്തെ അധികാരം ഉണ്ടായിരുന്ന ഇപ്പോഴും വാസു എന്ന് പറഞ്ഞ ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട്, പത്മകുമാറുണ്ട്. ഇവരെയൊക്കെ അറസ്റ്റിലേക്ക് തന്നെ വരണം. നേരത്തെ അവർ ചാനലിൽ കൂടെ പറഞ്ഞ എന്തായിരുന്നു ഇത്? അവരുടെ കാലഘട്ടത്തിലല്ലേ ഈ അഴിമതി നടന്നത്? അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ലേ? അത് അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും ആർക്കും പറയാൻ ഒക്കില്ല. പിന്നെ എന്തിനാണ് അവരവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് അത് എത്ര ഉന്നതരായാലും ശരി, ഗവൺമെൻറ് അത് ഒരു തരം അല്ലെങ്കിൽ അന്വേഷണ ടീം ഒരു കൺസെഷനും കാണിക്കാനും പാടില്ല. ഇപ്പം ഇയാൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസം കസ്റ്റഡി വാങ്ങിച്ചത് തന്നെ അത് തന്നെ വളരെ അസാധാരണമായൊരു ഓർഡറായിരുന്നു കോടതിയുടെ. കാരണം സാധാരണഗതിയിൽ ഒരു ആളെ കോടതിയിൽ കൊടുത്ത് കസ്റ്റഡി ചോദിച്ചാൽ അവരുടെ പ്രതിയുടെ അഡ്വക്കേറ്റ് മുഖേന പ്രതിയുടെ എന്ത് പറയാനുണ്ടെന്ന് കോടതി കേട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടേ കസ്റ്റഡി കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ കേസിൻ്റെ പ്രാധാന്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. അതുകൊണ്ട് 14 ദിവസം എത്രയും പെട്ടെന്ന് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. SITക്ക് അവർ 14 ദിവസം ഇനീഷ്യലായിട്ട് ചോദിച്ചിട്ട് ആദ്യത്തെ FIRല്ലേ. അതുകൊണ്ട് ആ 14 ദിവസം ഡയറക്റ്റായിട്ട് മറ്റൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. 10 മിനിറ്റ് കോടതി കൃത്യമായിട്ട് അത് അയാളുടെ വക്കീലോ അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. അല്ല ശ്രീ ജോർജ്, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാതിരുന്നത്? എന്തായിരിക്കാം? മുൻകൂർ ജാമ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതിയിലൊക്കെ കറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടുന്ന് കൃത്യമായ ഉപദേശം കൊടുത്ത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ് ഒന്ന്. ലോവർ കോടതി എവിടെയാണ് ജാമ്യം കൊടുക്കുന്നത്? ഒരു ലോവർ കോടതിയും കൊടുക്കില്ല, ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണത്തിനകത്ത് മുൻകൂർ ജാമ്യത്തിന് പോയാൽ കിട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉപദേശം കിട്ടിയതുകൊണ്ടാണ് അയാൾ മിണ്ടാതിരുന്നത്. പോലീസിനോട് സഹകരിക്കുക നിങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞു കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടുന്ന പ്രശ്നമില്ല. അതിനി എവിടെ പോകാനാണ്, സുപ്രീം കോടതിയിൽ പോയാലും സ്കോപ്പില്ല. കാരണം ഇത് നമ്മൾ വിചാരിക്കണം ഇന്ത്യയിലെ ഇതൊരു ടിപ്പിക്കൽ കേസാണ്. അത് തന്നെയല്ല, ഇതേ മാതൃക പല ക്ഷേത്രങ്ങളും നമ്മൾ ഇനി തുടരേണ്ടി വരും. എല്ലാ സ്ഥലത്തു നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, ശബരിമലയിൽ ഈശ്വരവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം അവിടെയുള്ള ജോലി കൊടുക്കാൻ പാടുള്ളൂ.
വിശ്വാസമില്ലാത്തതല്ലേ അവരല്ലേ അവിടെ പ്രസിഡൻ്റായി വരുന്നത്. അത് തന്നെ ഒരു ഡിഫക്റ്റീവായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ആണെന്ന് ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് ദേവൻ്റെ അടുത്തോ ദൈവത്തിൻ്റെ അടുത്തോ ഒരു മഹിമയില്ല, ഒരാദരവും ഇല്ല, അവിടുന്ന് അടിച്ചുകൊണ്ട് പോകും. ഈശ്വരവിശ്വാസി ആയിക്കോട്ടെ, ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം ഭയമെങ്കിലും ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലവാരം എന്താണെന്ന് നമുക്കറിയത്തില്ല. അയാളൊരു പോറ്റിയായിരുന്നെങ്കിലും ഈശ്വരവിശ്വാസം ഉണ്ടോ ഇല്ല എന്ന് തന്നെയാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരാളുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ശബരിമലയിലുള്ള ആ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ എന്ത് ക്ലീനായിട്ട്, എന്ത് കൃത്യമായിട്ട്, എന്തൊരു കൃത്രിമ സ്വഭാവത്തോടു കൂടിയാണ് ഓരോന്ന് അടിച്ചു മാറ്റി. മകസറിനകത്ത് അത് ചെമ്പിൽ സ്വർണം പൂശി എന്ന് പറയുന്നതിന് സ്വർണം പൂശി ഇത് വിട്ട് കളഞ്ഞു, ചെമ്പിൽ സ്വർണം പൂശാനെന്നാക്കി കളഞ്ഞു. ഇത് നമുക്ക് ദേവസ്വം ബോർഡില്ലാത്ത, ഞാൻ നേരത്തെ പോലെ പറഞ്ഞ ഏതായാലും ഗവൺമെൻറ് അത് പരിഗണിക്കുന്നു എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു സീനിയർ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കുള്ള ഒരു IAS കാരനെ തന്നെ പോസ്റ്റ് ചെയ്യണം ഈ വെട്ടിനും തട്ടി നിൽക്കാൻ. താഴെക്കടയിൽ എത്ര പോസ്റ്റിംഗ് ആണ് അവിടെ ഉള്ളത്. ദേവസ്വം ബോർഡ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, ഇങ്ങനെ 100 കണക്കിന് ആൾക്കാർ അവിടെ ഈ ഒരു സംഗതിക്ക് വേണ്ടി. ഒറ്റ ഉദ്യോഗസ്ഥൻ മാത്രം മതിയില്ലേ അത് സ്വർണം പൂശണോ തീരുമാനം? അയാൾ മാത്രമല്ല തീരുമാനം എടുക്കേണ്ടത്. അത് സ്വർണം പൂശണമെങ്കിലും അതിന് പാളി പൊതിയണമെങ്കിൽ ദേവൻ്റെ അവിടുന്ന് ഒരിക്കലും അത് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ആ ദേവസ്വം ബോർഡ് ആക്ടിനകത്ത് പറയാം. ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇവന്മാർ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയല്ല, വിജയ് മല്യ 60 ജോലിക്കാരെ വെച്ചിട്ട് 3 മാസം അവിടെ ജോലി ചെയ്തിട്ടാണ് അയാളുടെ 44 കിലോ അവിടെ പതിപ്പിക്കുകയും പൂശുകയും ചെയ്ത് നമ്മൾ ആലോചിച്ചോണം. കാരണം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ വേറെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവരെല്ലാം ആദരവോടെയാണ് അയ്യപ്പനെ കാണുന്നത്. കാരണം അവിടുന്ന് അയ്യപ്പൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമുക്കെടുക്കാൻ അവകാശമില്ല, കൊണ്ടുപോകാനും പറ്റില്ല. അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് മന്ത്രി ആരാണ് ചാർജുള്ളത് അവരും അറിയണമല്ലോ ഇത്. അപ്പോൾ അവരും പ്രതിസ്ഥാനത്ത് വരുന്നില്ലേ? സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ലിസ്റ്റ് ഏകദേശമൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റി ആതിഥ്യം സ്വീകരിച്ച് വിദേശത്ത് പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് എടുത്താൽ മതിയില്ല, പ്രതിയുടെ കൃത്യം കണക്ക് കിട്ടുമല്ലോ. 1 രൂപ എങ്കിലും അയ്യപ്പൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പ്രതിയാക്കി കളയണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് SITയുടെ ഇപ്പോഴത്തെ നീക്കം അത് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ച ആ കള്ളം മാത്രമാണ് അവർ അന്വേഷിച്ച് പൂർത്തിയാക്കാൻ പോകുന്നത്. 6 ആഴ്ച കൊണ്ട് അത് പൂർത്തിയാക്കും, ഇല്ലെങ്കിൽ 1-2 ആഴ്ചയോടെ കൊടുക്കും ഹൈക്കോടതി. അപ്പോൾ അതിലേക്ക് മാത്രമാണ് ഇപ്പം പറഞ്ഞത്. അതാണ് 2 കിലോയുടെ കണക്ക് വന്ന്. ബാക്കി നമുക്ക് കിടക്കയിലെ മല പോലെ അവിടെ എന്തുമാത്രം അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതിനൊന്നും അവർ കണക്കവിടെ ഇല്ല അയ്യപ്പൻ്റെ അവിടെ. കാരണം അവിടെ വരുന്ന പണത്തിൻ്റെ ഒരു കണക്ക് നമുക്കുണ്ട് എല്ലാ വർഷവും. അതവിടെ എണ്ണി തിട്ടപ്പെടുത്തുന്ന വരവ് പറയുന്നുണ്ട്. 247 കോടി രൂപയാണ് കഴിഞ്ഞ 2024 പറയുന്ന കണക്കുകൾ കൃത്യമായിരിക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമായി, അവിടെയുള്ളത് വെറും കള്ളന്മാരല്ല, കൊള്ളക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോക്കൂ, ഈ വരവിൻ്റെയും ചെലവിൻ്റെയും കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഇവർ അവതരിപ്പിക്കുന്നതെന്ന് എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. പണ്ട് മുതലേ ഈ കള്ളത്തിന് അവിടെ ഓരോന്നും അരവണ മുതൽ നമ്മൾക്ക് നോക്കാം. തട്ടിപ്പ് എങ്ങനെ പോയാലും എത്ര പേര് കൊട്ടേഷൻ അരവണയ്ക്ക് ഒരാൾ മാത്രമാണ് അത് സപ്ലൈ ചെയ്തുകൊണ്ട് വർഷങ്ങളായിട്ട്. പക്ഷേ കൊട്ടേഷൻ അനുസരിച്ച് വേറെ പലരുമൊക്കെ പേര് കാണുക. ഇങ്ങനെ എല്ലാ തരത്തിലും ഇതേ രീതിയിലുള്ള തട്ടിപ്പും കള്ളത്തരം മാത്രമാണ് ശബരിമല കാണുന്നത്. കോടിക്കണക്കിന് രൂപ അതുമായിട്ട് ബന്ധപ്പെട്ടവർ ദേവസ്വത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ബോർഡ് മെമ്പർമാരും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ സൗധങ്ങൾ നോക്കിക്കോളൂ, വീടുകൾ ഓരോരുത്തർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശാന്തിൻ്റെ വീട് ഇവിടെ കരകുളത്തെ ഒരു ചാനലിൽ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ വന്ന ശേഷം ദേവസ്വം ബോർഡിൽ അവിടെ ഒന്നെങ്കിൽ മെമ്പറായിട്ടോ അല്ലെ പ്രസിഡൻ്റായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ടോ വന്ന ശേഷമാണ് എല്ലാവരും സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. എവിടുന്നാണ് ഈ വരുമാനം വരുന്നത്? അതൊക്കെ കൃത്യമായിട്ട് കണക്ക് വേണം. 1250 ക്ഷേത്രങ്ങൾ, അവിടെ കഴകക്കാരൻ വരെ പൂവിട്ടുന്നവർക്ക് വരെ ശമ്പളം കൊടുക്കുന്നത് ശബരിമലയിലെ വരുമാനത്തിൽ നിന്നാണെന്ന് വിചാരിച്ചോണം നമ്മൾ. കാരണം അതുങ്ങളൊക്കെ പലരും പട്ടിണിയാണ്, പലർക്കും വീടില്ല. ഞാൻ പല അമ്പലത്തിലും എനിക്ക് അത് പറ്റില്ല. ഇവിടുത്തെ പണം നമുക്ക് അത് പ്രിസർവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അതുകൊണ്ടല്ല ഹൈക്കോടതിയിൽ തന്നെ ഒരു ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഉള്ളത്. കാരണം അവിടെയുള്ള പല കാലാകാലങ്ങളുള്ള റിട്ടയർഡ് ജഡ്ജസ് പലരും പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്.
അതുകൊണ്ട് ഒരു പൈസ അയ്യപ്പൻ്റെ ഇനി വെളിയിൽ പോകാൻ പാടില്ല. ഇതോടുകൂടെ നമുക്ക് തീർക്കണം, അവിടെ സീൽ ചെയ്യണം. കാരണം അവർക്കെതിരായിട്ട് മാതൃകാപരമായൊരു ശിക്ഷ നടപ്പാക്കാൻ ഗവൺമെൻറ്റും ഹൈക്കോടതിയും അതുപോലെ SIT കൂടെ തീരുമാനിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അത് ശിക്ഷ മാതൃകാര് കൊടുക്കണം. ഈ തട്ടിപ്പും വെട്ടിപ്പും നമുക്ക് അവസാനിപ്പിക്കണം. ഓക്കെ, ശ്രീ രവിശങ്കർ, എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് റാന്നി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്നെ കുടുക്കിയവർ എന്നാണ് പറഞ്ഞത് കേട്ടോ. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും. ആരാണ് കുടുക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അവരെയൊക്കെ SIT കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ദിവസം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യം ചെയ്യലിൽ നടന്നതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞു കാണും. ഇനി അറിയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടക്കുമോ എന്നുള്ളതാണ്.